സാർ നമസ്കാരം. സാർ, ഈ മണിപ്പൂര് കലാപം ഉണ്ടായിട്ട് വർഷം 2 കഴിയുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഈ മാസത്തിൽ തന്നെ, തീയതി പറയുന്നില്ല, പക്ഷെ അദ്ദേഹം മണിപ്പൂർ സന്ദർശിക്കും എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും വൈകി? അദ്ദേഹം ഇപ്പോൾ ഈ പോകുന്നതിലെ രാഷ്ട്രീയ മാനങ്ങൾ എന്ത്? ഒന്ന് പറയാമോ? മണിപ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ട നമ്മുടെ യൂണിയനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ അതിന് തുടക്കം മുതൽ തന്നെ ഒരുപാട് ആഭ്യന്തര സംഘർഷമുള്ള ഒരു പ്രദേശമായിരുന്നു മണിപ്പൂർ. അതിൽ പ്രധാനമായിട്ടും അവിടെ രണ്ട് വിഭാഗങ്ങൾ, പ്രധാനമായിട്ടും അവിടുത്തെ മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങൾ, ഒരു വിഭാഗം ട്രൈബൽ വിഭാഗമായിട്ട് കണക്കാക്കുന്ന കുക്കി വിഭാഗവും മറ്റൊന്ന് മെയ്തി വിഭാഗങ്ങളുമാണ്. അപ്പം കുക്കി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതില് മ്യാൻമാറിൽ നിന്നുള്ള പിന്നീട് ഒരുപാട് പേര് കുടിയേറുകയുണ്ടായി. അപ്പൊ ആ തരത്തിൽ കുറച്ചുകൂടി ശാക്തീകരിക്കുകയും ഏതാണ്ട് മുഴുവൻ ആളുകളും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും അതിനകത്ത് തന്നെ തീവ്രവാദ വിഭാഗങ്ങളും സായുധവൽക്കരിച്ച സംഘടനകളും ഒക്കെ ഉണ്ടായി. അപ്പൊ ഇതിന് ചൈന ഉൾപ്പെടെയുള്ള ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും മിഷണറിമാരുടെയും ഇടപെടലുകളും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ മണിപ്പൂരിലെ ക്രമസമാധാനം വലിയൊരു വിഷയമായി വരികയും മൈസൂരിൽ വളരെയധികം ബാഹ്യമായ ഇടപെടലുകൾ, അതായത് പല യൂറോപ്യൻ രാജ്യങ്ങള് മിഷണറിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതുപോലെ ഒരുപാട് ഇൻസർജൻസി വിഭാഗങ്ങൾ, അതായത് മിലിറ്റന്റ് വിഭാഗങ്ങളും അവിടുത്തെ ഈ പറഞ്ഞ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ഒന്ന് അവിടുത്തെ കുക്കി വിഭാഗങ്ങളും മെയ്തി വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷവും ഒക്കെ അവിടുത്തെ നിരന്തരം ഇതായപ്പോഴത്തേക്കും നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ആംഡ് ഫോഴ്സസ് ആക്ട് സ്പെഷ്യൽ പവർ ആക്ട് കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് മണിപ്പൂരിലെ ക്രമസമാധാന പാലനത്തിന് സേനയെ കൂടെ ഉപയോഗിച്ചുകൊണ്ട്, CRPF-നെ കൂടെ ഉപയോഗിച്ചുകൊണ്ട്, പിന്നീട് പിൽക്കാലത്ത് ആസാം റൈഫിൾസ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ക്രമസമാധാന പാലനം നടത്തിക്കൊണ്ടുപോവുകയും ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് റൂളും മിനിസ്റ്റീരിയൽ ഇൻസ്റ്റബിലിറ്റിയും കേന്ദ്ര ഇടപെടലുകളും ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ. പക്ഷെ 2014 ശേഷം നമ്മൾ കാണുന്നത് മണിപ്പൂർ വികസന പാതയിലേക്ക് വരികയും ശാന്തിയും സമാധാനവും മണിപ്പൂരിൽ നിലകൊള്ളുകയും ചെയ്തു. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ഇന്ത്യ ചൈന ബന്ധങ്ങളിലുണ്ടായ ചില പ്രശ്നങ്ങൾ. അതുപോലെ തന്നെയാണ് മണിപ്പൂരിലെ ഇൻസർജൻസി വിഭാഗം, അതായത് അവിടുത്തെ മിലിറ്റന്റ് വിഭാഗങ്ങൾ, വിശേഷം കുക്കി വിഭാഗങ്ങൾക്ക് മ്യാൻമാറിൽ നിന്ന് ആയുധങ്ങൾ കടത്തിക്കൊണ്ടുവരാനും മറ്റു പലതരത്തിലുള്ള സംവിധാനമുണ്ട്. കാരണം ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്നും വളരെ സ്വതന്ത്രമായി മൂവ് ചെയ്യാനും, മാത്രമല്ല ഇന്ത്യയിലെയും മ്യാൻമാറിലെയും ബോർഡറിൽ താമസിക്കുന്ന ട്രൈബൽ വിഭാഗങ്ങൾക്ക് 15 കിലോമീറ്റർ ഉള്ളിലേക്ക് വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ പോകാനുള്ള ഒരു കരാറുമുണ്ട് നമ്മുടെ രാജ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ആ തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം അല്ലാതെ തന്നെയുള്ള ബന്ധങ്ങളുണ്ട് പരസ്പരം. അതിന് സമാന്തരമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്ന റൂട്ടാണ് ഈ മ്യാൻമാർ ഇന്ത്യ ബോർഡർ, അതിൽ വിശേഷിച്ചും മണിപ്പൂർ. അതിൽ ഈ പറഞ്ഞ ട്രൈബൽ മേഖലയാണ് അതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ചില ശക്തമായ നിലപാടുകൾ എടുത്തു. സമാന്തരമായിട്ട് തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പൊതുവെ ഉണ്ടായിരുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ചർച്ചയിലൂടെയും ചിലയിടത്ത് ചർച്ചയില്ലാതെ നമ്മുടെ ശക്തിയിലൂടെയും ഒക്കെ കീഴ്പ്പെടുത്തുകയും സമാധാനത്തിന്റെ പാതയിലൂടെ വരികയും പൊതുവെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, ക്രിസ്ത്യൻ ഡോമിനന്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ BJP അനുകൂല നിലപാടെടുക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വരികയും അവരെല്ലാം തന്നെ NDA സഖ്യത്തിന്റെ ഭാഗമാകുകയും ചെയ്തു. നമ്മൾ എടുത്തു പറയേണ്ടത്, നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലായ അരുണാചൽ പ്രദേശ്, മണിപ്പൂര്, മേഘാലയ, മിസോറാം, അതുപോലെ ത്രിപുര, ഈ രാജ്യങ്ങളൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെ BJP-യോ BJP-യുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ വികസനത്തിന്റെ പാതയിലൂടെ നോർത്ത് ഈസ്റ്റ് മുന്നേറുകയുണ്ടായി. നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ഞാൻ വ്യക്തിപരമായിട്ട് നിരവധി തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ അടുത്ത കാലത്തുണ്ടായ അവിടുത്തെ റോഡ് വികസനം, ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ കീഴിൽ നമ്മുടെ അതിർത്തികളിലൊക്കെ വളരെ നല്ല റോഡും, അതുപോലെ നമ്മുടെ വിമാനത്താവളങ്ങൾ, പുതുതായിട്ട് വന്നിട്ടുള്ള വിമാനത്താവളങ്ങൾ ആസാമിലെ ഉൾപ്പെടെ, അതുപോലെ ഈ മേഖലയിൽ BJP-യും NDA-യുമാണ് ആസാം ഉൾപ്പെടെ ഈ ബെൽറ്റിനെ ഭരിക്കുന്നത് പോലും. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഈ 2 വർഷത്തിന് മുമ്പ് നമ്മൾ പറയുന്ന മണിപ്പൂർ സംഘർഷത്തിന് കാരണമാകുന്നത് ഒരു ഹൈക്കോടതി വിധിയാണ്. മെയ്തി വിഭാഗങ്ങൾക്ക് സംവരണത്തിന് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ വളരെ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെടുകയും അത് മുമ്പ് നിലവിലുണ്ടായിരുന്ന തരത്തിലേക്ക്, പഴയ കാലത്തുണ്ടായിരുന്ന
ആ റൈവൽറിയുടെ ഒരു ആയ ഒരു ആവിഷ്കരണം എന്നുള്ള തലത്തിലേക്ക് അത് മാറുകയും കാരണം രണ്ട് വിഭാഗങ്ങളിലും ഒരുപാട് മിലിറ്റന്റ് സായുധ സേനാ വിഭാഗങ്ങളുള്ളവരാണ്. ആ തരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കിയത് നീണ്ട നാളത്തെ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ കീഴിലുമായിരുന്നു, ഓർക്കണം. അപ്പൊ ആ സാഹചര്യത്തിൽ അവിടുത്തെ സംഘർഷം നമ്മുടെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾക്ക് പരിമിതി ഒന്നുമില്ല. പക്ഷെ ഈ നമ്മുടെ സേനയെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ വ്യാപകമായി വെടിവയ്പ് നടത്തുകയും ഒരുപാട് പേര് കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റ് കുറച്ച് നിയന്ത്രണങ്ങൾ പാലിച്ചു. പക്ഷേ മണിപ്പൂരിലെ സംഘർഷത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയെ, അതാണ്ട് അദ്ദേഹം ഒരാഴ്ചയിലധികം അവിടെ താമസിച്ചുകൊണ്ട് ഒരുപാട് നടപടികൾ എടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്തു. പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഒരു 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 പ്രോപ്പഗൻഡ മെക്കാനിസം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ ഇപ്പോൾ പ്രസിഡന്റ് റൂളിന്റെ കീഴിലാണ് മണിപ്പൂർ ഇരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അവിടെ പോകുന്നതിന് പ്രത്യേകിച്ച് മുഹൂർത്തത്തിന്റെ അവസരമില്ല. ഇപ്പൊ കേരളത്തിലെ വിശേഷിച്ച് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ടൈമിൽ ഉപയോഗിച്ചതാണ് മണിപ്പൂർ. 2024 ഇലക്ഷന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. എന്തുകൊണ്ട് 2024 ശേഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ മണിപ്പൂരിനെ കുറിച്ച് പറയുന്നില്ല? അവർ EVM കുറിച്ചും വോട്ട് ലിസ്റ്റിനെ കുറിച്ചും ഒക്കെ മാറുകയും മണിപ്പൂർ അവഗണിക്കുകയും ചെയ്തു. അപ്പം പ്രധാനമന്ത്രി പോകണം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ്. പ്രധാനമന്ത്രി അവിടെ പോകുന്നതിന് നിബന്ധനകളില്ല. പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരെ, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ നേരിട്ട് പോയി നടപടികൾ എടുത്തിട്ടും അവിടെ ക്രമസമാധാനത്തിൽ വിജയിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അവിടുത്തെ നിയമസഭ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രപതി ഭരണം ചോദിക്കുവാണ്, ഇപ്പോൾ ഈ പോകുന്നത് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിക്കാനും അവിടെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അല്ല, പ്രധാനമന്ത്രി പോകുന്നത്, നമ്മള് വിദേശ രാജ്യത്ത് രാഷ്ട്രത്തലവൻ പോകുന്നത് ചില കരാറുകൾ ഒപ്പിടാൻ പോലെയാണ്. അതുപോലെയാണോ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുന്നത്? അപ്പൊ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുന്നത് പല പല റീസൺസ് ആണ്. അത് പലപ്പോഴും പല പരിപാടികളുമായിട്ട്, നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മിസോറാമിലും മേഘാലയയിലും അല്ലെങ്കിൽ മണിപ്പൂരിലും നാഗാലാൻഡിലും ഒക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് റെഗുലറായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ? മുൻകാല രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ സഞ്ചരിച്ചു തോന്നാം. അവരുടെ പതിറ്റാണ്ടുകളോളം അവിടെ പോകാതിരുന്നിട്ടുണ്ട് പലരും. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പം ഇന്നിപ്പം പ്രധാനമന്ത്രി പോകുന്നത് ഈ അടുത്ത ദിവസം മിസോറാമിലെ റെയിൽവേ ലൈൻ, അപ്പം സ്വാതന്ത്ര്യാനന്തരം ആദ്യമായിട്ട് മിസോറാമിന്റെ തലസ്ഥാനത്തെ ഇന്ത്യൻ റെയിൽവേയായി കണക്ട് ചെയ്യുന്ന വലിയൊരു മഹാചടങ്ങിന്റെ ഇനാഗുറേഷനാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് അദ്ദേഹം തൊട്ടടുത്ത മണിപ്പൂരിലേക്ക് പോകുന്നതുള്ളൂ. അല്ലാതെ അതിന് യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യമോ ഇല്ല. മാത്രമല്ല, ഇന്ത്യയുടെ ഭരണ സംവിധാനം നടക്കുന്ന കഴിയുമ്പോൾ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലാണ്, അതായത് ഗവർണറാണ്. അപ്പൊ ഗവർണറെ നിയന്ത്രിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലായിരിക്കുമല്ലോ. ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് റൂളിലായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ കീഴിലാണല്ലോ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ നരേന്ദ്രമോദി അവിടെ പോയി ഒരു പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പുതിയ കണ്ടെത്തലിനൊന്നും സാധ്യത. പക്ഷേ ഒരു സംശയം, നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി പോകുന്നത് വൈകിപ്പോയില്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളല്ല. അത് അവിടുത്തെ സാഹചര്യമല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് ആ പ്രദേശത്തെ ക്രമസമാധാന പാലനത്തിന് പ്രശ്നമുണ്ടാകാനും പാടില്ല, ക്രമസമാധാന പാലനത്തെ സഹായിക്കുന്നതായിരിക്കണം. മണിപ്പൂരിലെ സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യമല്ല. ഉദാഹരണത്തിന് കാശ്മീരിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര്, നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായ മൻമോഹൻ സിംഗ് കാശ്മീരിൽ എത്ര തവണയാണ് സന്ദർശിച്ചിട്ടുള്ളത്? കാശ്മീരിലെ പ്രശ്ന മേഖലയിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മിസോറാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, കാരണം ഒരുപാട് ഇൻസർജൻസി വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് ഡൽഹി ഭരണകൂടം പൂർണ്ണമായിട്ടും അവഗണിച്ചിരുന്നതാണ് കാശ്മീര്, അതുപോലെ നാഗാലാൻഡ്, മിസോറാം മേഖലകളെ, മണിപ്പൂർ മേഖലകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നവരെല്ലാം മാക്സിമം അവഗണിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രോ ആക്റ്റീവായിട്ട് നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയുടെ ഭാഗം, ആ തരത്തിലുള്ള വികസനം ഇന്ന് ആ മേഖലയിലുണ്ട്. ആസാമില് BJP 2 തവണ ജയിച്ചതിന്റെ കാരണം അത് തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ BJP വളരെ ദുർബലമായ ഒരു സ്റ്റേറ്റ് ആയിരുന്നു. കാരണം അവിടെ വികസനത്തിന്റെ പാതയിൽ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ കടന്നു വരുന്നത് 2014 ശേഷമാണ്. പക്ഷെ അതിന് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് അതിന്റെ പുറകിൽ. കാരണം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെ ചൈനയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ് നമുക്ക് സിലിഗുരി ബെൽറ്റ്, ഈ നോർത്ത് ഈസ്റ്റിനെ 7 സംസ്ഥാനങ്ങളെ സംയോജിപ്പിക്കുന്ന നമ്മുടെ വൻകരയുമായിട്ട്. അവിടെ ഒരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് വേറൊരു പ്രദേശമായി മാറും. ഇത് അടുത്ത കാലത്ത് ബംഗ്ലാദേശിന്റെ ഭരണാധികാരി, ഇപ്പോഴത്തെ താൽക്കാലിക ഭരണാധികാരി ഈ ചൈനയിൽ പോയി ഇത് പ്രസംഗിക്കുകയും ചെയ്ത വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മുൻകാല ഗവൺമെന്റുകൾ പൂർണ്ണമായിട്ടും അവഗണിച്ച ഒരു സ്ഥലത്ത് വികസനത്തിന്റെ പാതയിലേക്ക് നോർത്ത് ഈസ്റ്റിനെ കൊണ്ടുവരികയും
അടുത്ത ദിവസം ആദ്യമായിട്ട് ഐസ്വാളിൽ റെയിൽവേ സിസ്റ്റം, അതായത് ഇന്ത്യയുടെ റെയിൽവേയുമായി ബന്ധിക്കുന്ന ചടങ്ങിനാണ് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത്. അതിന് അദ്ദേഹത്തിന് മണിപ്പൂരിൽ ഒരു പ്രധാനമന്ത്രിക്ക് പോകാൻ പറ്റിയ ക്രമസമാധാന അന്തരീക്ഷം ഒരുങ്ങിയത് കൊണ്ടാണ് അവിടെ പോകുന്നത്. ആ അന്തരീക്ഷം ഒരുക്കിയത് പ്രധാനമന്ത്രി തന്നെയാണല്ലോ. പ്രധാനമന്ത്രിയുടെ കീഴിൽ, കേന്ദ്ര ഭരണത്തിന്റെ കീഴിലാണ് അദ്ദേഹം പോകുന്നത്. ഒരു പുതിയ കാൽവയ്പ്പിന് കൂടി വേണ്ടിയാണ്. ഞാൻ അങ്ങനെ കാണില്ല, പുതിയ കാൽവയ്പ് എന്ന് കാണില്ല. കാരണം അവിടെയുള്ള ക്രമസമാധാന പാലനം നിയന്ത്രിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ കീഴിലെ ആഭ്യന്തര വകുപ്പാണല്ലോ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത് അവിടെ ഒരു സമാധാന അന്തരീക്ഷം, പ്രധാനമന്ത്രിയെ പോലെ ഒരു രാഷ്ട്രത്തലവൻ ചെല്ലുമ്പോൾ വേണ്ട ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായില്ല. അതിപ്പോഴാണ് ഉണ്ടായത്. ആ സമയത്ത് ഇപ്പോൾ ഉണ്ടായി നമുക്ക് പൂർണ്ണമായിട്ടും മണിപ്പൂരിലെ വിഷയങ്ങൾ സോൾവ് ചെയ്തിട്ടില്ല. കാരണം മണിപ്പൂരിന്റെ വിഷയത്തെ നമ്മൾ ലോങ് ആയിട്ട്, അതായത് കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് വേണം മണിപ്പൂരിനെ പഠിക്കാനായിട്ട്. കാരണം എന്തുകൊണ്ട് അവിടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ്, അത് ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്നു. അത് പരിമിതപ്പെടുത്തിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. നരേന്ദ്രമോദി വന്നതിന് 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും ആ മണിപ്പൂരിലെ പല ഭാഗങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കി. ഏതായാലും ഇനി നമുക്ക് സമയ ലഭ്യത മൂലമാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷമുള്ള വാർത്തകൾക്കായി നമുക്ക് തീർച്ചയായും അത് കേരളത്തിലെ ന്യൂസ് വാല്യൂ ഉണ്ടാകുന്ന ഞാൻ നേരെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതാണ്. ഇലക്ഷൻ ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ മറന്ന വിഷയമായിരുന്നു മണിപ്പൂർ. അതുകൊണ്ട് ഇതിന് കേരളത്തിൽ പ്രാധാന്യമുണ്ട്.